ഈ റഡാറിൽ വാഹനം അകപ്പെട്ട സ്ഥലം കണ്ടെത്തിയിട്ട് പോലും രക്ഷാപ്രവർത്തനം വൈകുന്നതായാണ് അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ ന്യൂസ് 18നോട് പറഞ്ഞത്. മണ്ണെടുക്കാനായി കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കണമെന്നും ഓരോ മണിക്കൂർ വൈകുമ്പോഴും ആശങ്ക വർദ്ധിക്കുന്നതായും ജിതിൻ പറഞ്ഞു. ജിതിന്റെ വാക്കുകൾ കേൾക്കാം. അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിനാണ് ഇപ്പോൾ ന്യൂസ് 18നോടൊപ്പം ചേരുന്നത്. എന്തായാലും ജിതിൻ ഇന്ന് വീണ്ടും തെരച്ചിൽ ആരംഭിക്കുകയാണ്. ഇന്നലെ 8 കൂടിയാണ് ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം. രാത്രി മുഴുവൻ തെരച്ചിൽ വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്, കുടുംബം ആവശ്യപ്പെട്ടത്. പക്ഷേ എന്താണ് ഇപ്പോൾ നിലവിൽ കുടുംബം? ഇന്നലെ രാത്രി 8:30 വരെയാണ് ഇവിടെ വർക്ക് നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇനി എത്രയും പെട്ടെന്ന് മണ്ണെടുക്കാനും അത് റിമൂവ് ചെയ്യാനുള്ള കൂടുതൽ യന്ത്രങ്ങളും എത്തിച്ചിട്ട് അത് എത്രയും പെട്ടെന്ന് തീർക്കണമെന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്. അതിന് നമ്മുടെ സർക്കാരും മുഖ്യമന്ത്രി അടക്കം മുൻകൈ എടുത്തിട്ട് അത് എത്രയും വേഗത്തിലാക്കാൻ തന്നെ ആക്കി തരണമെന്നാണ് അപേക്ഷിക്കുന്നത്. അതായത് നേരത്തെ ഒരു ഇടപെടലുണ്ടായി, വളരെ വേഗതയായി കാര്യങ്ങൾ. പക്ഷേ ഇനിയും ഒരു ഇടപെടൽ മുഖ്യമന്ത്രിയുടെ തലത്തിൽ തന്നെ വേണമെന്നാണോ? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴേ നമ്മൾ ഓൾറെഡി ലേറ്റായി കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ജീവന്റെ ഒരു കണിക ഉണ്ടെങ്കിൽ നമുക്ക് അവനെ രക്ഷിച്ചെടുക്കണമെങ്കിൽ എത്രയും പെട്ടെന്നുള്ള ആക്ഷനാണ് അതിൽ വേണ്ടത്. അത് എത്രയും പെട്ടെന്ന് മണ്ണെടുത്ത് മാറ്റുക. ഈ വേണമെങ്കിൽ ഈ പുതിയ യന്ത്രങ്ങൾ എത്രയും പെട്ടെന്ന് എത്തിച്ചിട്ട് അത് മണ്ണ് മാറ്റുക എന്നുള്ളതാണ് പറയാനുള്ളത്. നിലവിലുള്ള ഈ രക്ഷാ ദൗത്യത്തിൽ എത്രത്തോളം വിശ്വാസമുണ്ട്? നേരത്തെയൊക്കെ ജിതിൻ ജീവനോട് തന്നെ നമുക്ക് ലഭിക്കുന്ന പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്താണ് നിലവിലെ നിങ്ങളുടെ ഒരു ഇപ്പം എന്താണ് നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പം ഫീൽ ആവുന്നത്. ഇന്നലെ രഞ്ജിത്ത് വന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് നമുക്കൊരു പോസിറ്റീവ് മൈൻഡൊക്കെ തുടങ്ങിയത്. ഗ്രൗണ്ടിൽ നമ്മുടെ MVD ഉദ്യോഗസ്ഥർ അവരെല്ലാം ഉണ്ടായിരുന്നു. എല്ലാം അപ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡാണ് തോന്നുന്നത്. പക്ഷേ 8:30 വരെ ജോലി ചെയ്യാൻ പറ്റിയിട്ടുണ്ടായുള്ളവർക്ക് ഇനി ഇവൻ തുടങ്ങുമല്ലോ, അപ്പം നോക്കാം നമുക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഏറ്റവും പ്രധാനം ഈ റഡാർ ഉപയോഗിച്ച് ഇതിന്റെ വാഹനത്തിന്റെ ഒരു ഭാഗം ലോറി ഉണ്ട് എന്ന സ്ഥിരീകരണം ഇന്നലെ ലഭിച്ചു. അക്കാര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ മണ്ണ് നീക്കം ചെയ്ത് നടപടി ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ അതിപ്പോൾ ഒരു കാലതാമസം നേരിടുന്ന സാഹചര്യം തന്നെയാണ്. അല്ല, മണ്ണ് അവിടെ ആ സ്ഥലത്ത് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ 8:30 നിർത്തിയത് കൊണ്ട് പിന്നെ അവർക്കും ഒരു ഭയം ഉണ്ടായിരുന്നു. കാരണം വലിയ കല്ല് എന്താ വന്നാൽ ലാൻഡ് സ്ലൈഡിൽ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അത് രാത്രി അതിന് കാണാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ സാങ്കേതികത്താണ്. പക്ഷേ ഇതിനെയൊക്കെ മറികടക്കാനുള്ള ഒരുപാട് സാങ്കേതികത നിലവിൽ ഉണ്ട് നമുക്ക്. കാരണം അത്രയും ഫ്ലഡ് ലൈറ്റ് വലിയ ഹൈറ്റിലൊക്കെ വെച്ച് ഫുൾ ഏരിയയിൽ വെളിച്ചം വെച്ചിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട്. പക്ഷേ ഇവിടെ അത് ആ രീതിയിൽ എന്നുള്ള കാര്യം നടക്കുന്നില്ല. ഏതായാലും അർജുന്റെ സഹോദരി ആവശ്യപ്പെട്ടത്, നിങ്ങളെ വീട്ടിൽ നിന്ന് ആവശ്യപ്പെട്ടത് സൈന്യം ആ തുടക്കത്തിൽ തന്നെ അത് വീണ്ടും ആവർത്തിച്ച് പറയുന്നത് അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും സൈന്യം വരണം എന്നാണ് 100% നമ്മൾ ആവശ്യപ്പെടുന്നത്. അത് ആദ്യം മുതലേ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് അവർ ഈ ആൾക്കാർ ഇത് തിരസ്കരിക്കുന്നത് ഇതുവരെ മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ ഇവർക്ക് അത്ര അത്യാധുനിക ഉപകരണങ്ങളോ എന്തെങ്കിലും വേണമായിരുന്നു. അതൊന്നും ഇവരില്ലാണ്ട് എന്തായാലും ഇവിടെ ചെയ്യാം. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി ആ സ്പോട്ടിൽ ഏകദേശം അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ഭാഗമായിട്ട് ഇതേ രീതിയിൽ മണ്ണെടുക്കുകയാണെങ്കിൽ കിട്ടാൻ ചിലപ്പം ചാൻസ് ഉണ്ട്. അതും എത്രത്തോളം ആണെന്ന് നാളെ ഇന്നത്തെ വർക്ക് അനുസരിച്ചിട്ടേ നമുക്ക് അത് പറയാൻ പറ്റുള്ളൂ. കണ്ടിട്ടേ അത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇനി ഉള്ള മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. അത് തന്നെയാണ് കുടുംബവും ആവശ്യപ്പെടുന്നത്. എത്രയും പെട്ടെന്ന് സൈന്യം ഉൾപ്പെടെ എത്തി ഈ തെരച്ചിലിൽ പങ്കാളികളാകണം എന്ന ഒരു ആവശ്യം തന്നെയാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ശിരൂരിൽ നിന്നും KV ബൈജു, ന്യൂസ് 18.